ഹലോ ഗൈസ്, ഞാൻ സുബാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ള പോലെ ഞാൻ ഒന്നും കൂടെ ഇവിടെ ഫുഡിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി വന്നേക്കാണ്. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ തമ്മിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സുഡ സുഡ ഇഡ്ഡലിയിലേക്കാണ്. അപ്പോൾ ഞാനുണ്ട്, ഇവിടെ നമ്മുടെ അക്ഷയുണ്ട്, വെയിറ്റിംഗ് ആണ്. ബാക്കിയുള്ളവർക്കും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് അവരിപ്പോൾ വരും. അപ്പോൾ അവിടെ ഇരിക്കുവാണ്, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ വന്ന് സുഡ സുഡ ഇഡ്ഡലി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി രാത്രിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ച് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. അവർക്ക് ഓൾറെഡി ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ മാറിയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു കടയായിട്ടിട്ടേക്കും. അപ്പോൾ നമ്മൾ കടയിൽ പോയി ഫുഡ് എല്ലാ തരം ഫുഡും മേടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അതിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. കോഫി എടുത്തേക്ക്, ഫിൽറ്റർ കോഫി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫുൾ തിരക്കാണ്. എങ്ങനെ പോലും ഒരു ഹാഫ് ആൻ അവർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. നമുക്ക് ജിജിനും റോണയും ഓർഡർ കൊടുക്കാൻ പറ്റും. ഏകദേശം ഹാഫ് ആൻ അവർ വെയിറ്റിംഗ് ടൈം. അത് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ ഗൈസ്. ഗൈസ് ഇനി ഫുഡ് കിട്ടുമ്പോൾ വരാം. വേറെ എന്തൊക്കെയുണ്ട് കിട്ടാൻ? സൂരജ് എല്ലാം വന്നു തോന്നുന്നു, എല്ലാം വന്നു. കോഫി ഞാൻ എടുത്തിട്ടില്ല. കയ്യിൽ വെച്ചോണ്ടൊക്കെ വലിയ പാടാണ്. ആണോ? അറിയാതെ അത്രേ ഉള്ളൂ. എടാ ഗൈസ്, നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് പറയാം. ഗൈസ്, ഞാൻ ഓർഡർ ചെയ്തത് ചീസ് പനീർ ബന്നെ ദോശ എന്തോ ആണ്. നമുക്കത് കഴിച്ചു നോക്കാം. ബന്നയല്ലേ? കൊള്ളാം, കൊള്ളാം ഗൈസ്, മസ്റ്റ് ട്രൈ. കൊള്ളാം, നല്ല ഫുഡ് അല്ലേ? ഓക്കെ, ഇത് നോക്ക്. ഈ പാത്രം കണ്ടായിരുന്നോ? പാത്രം കാണിക്കരുത്, പാത്രം കാണിക്കരുത്. പാത്രം ഞാൻ കാണിക്കും, പാത്രം ഞാൻ കാണിക്കും. ഗൈസ്, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് 2 മിനിറ്റ് ആയിട്ട് കിട്ടിയിട്ടേ ഉള്ളൂ. ഒരു പാത്രമാണ് കാണുന്നത്. ഞാൻ വിഴുങ്ങുവാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഗൈസ്. എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ കാണിച്ചത്. കോഫി നല്ലതാ. ഞാൻ കോഫി കുടിച്ചത് ഗൈസ്. കോഫി കുടിക്കണം ഗൈസ്. ഇതാണ് എൻ്റെ പൊടിച്ച് ആക്ച്വലി ഗൈസ് കേട്ടോ. നല്ല പനീറും ചോക്ലേറ്റ് ഫ്ലേവറോ? ആ, നല്ല പനീറും നല്ല ബട്ടറും ഒക്കെ ഉണ്ട്. ഇറ്റ്സ് സോ ഗുഡ്. ഞാൻ ഫുഡ് ഫുള്ള് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ കോഫി കുടിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം ഗൈസ്. ഓക്കെ, ബ്ലുപ്പ് പറയാനൊന്നുമില്ലല്ലോ. ഗൈസ്, ദോശ മൊത്തത്തിൽ കഴിച്ചു കഴിഞ്ഞു. നമുക്ക് സാമ്പാർ ഒരു ടേസ്റ്റ്. സാമ്പാർ ചെറിയൊരു പീസ്, നമ്മൾ ഒരെണ്ണം മേടിച്ചോളൂ. ചെറിയ പീസ് കഴിക്കുന്നതിനെ കാണിച്ചു തരാം. വേണ്ട, ഇതാണ് ഗൈസ് സാമ്പാർ വട. ഇത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കൊള്ളാം ഗൈസ്. സാമ്പാർ വടയും കൊള്ളാം. ഇനി അടുത്ത കോഫി കഴിച്ചോട്ടെ. കോഫി കുടിച്ചിട്ട് അതെങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. കുഴപ്പമില്ല, കോഫി കുടിച്ചു നോക്കട്ടെ ഗൈസ്. എങ്ങോട്ട്? അയ്യാ,
കോഫി ഉള്ളതോ? കോഫി കുടിച്ചിട്ട് കോഫിയുടെ അഭിപ്രായം ജിജിയും പറയുന്നതായിരിക്കും അല്ലേ? അല്ല, ഞാൻ തന്നെ പറയാം. നോക്കട്ടെ ഗൈസ്. ആണോ? കോഫി നോക്കട്ടെ ഗൈസ്. അടിപൊളി അല്ലേ? നല്ല കോഫി ഗൈസ്. അതും കൊള്ളാം. നല്ല നല്ല തുമ്മൽ ഗൈസ്. ഗൈസ്, ഇതോടെ എല്ലാവരും എല്ലാ ഫുഡും കഴിച്ചു കഴിഞ്ഞു. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ലൈക്ക് നല്ല സാമ്പാറാണെങ്കിലും ചമ്മന്തി ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മെച്ചം. വെരി ഗുഡ്. ഞാൻ ഇനി കൈയൊക്കെ കഴുകിയിട്ട് എൻ്റെ അടുത്ത ഔട്ടർ എടുക്കട്ടെ. വാഷ് അങ്ങോട്ടാണ് ഗൈസ്. ഇനി ഞാൻ കൈ കഴുകിയിട്ട് ഔട്ടർ എടുക്കാം. ഓക്കെ ഗൈസ്, ഞാൻ മഴ കാരണം ഞാൻ ഒതുങ്ങി നിൽക്കുകയാണ്. അക്ഷയുണ്ട് കൂടെ. അപ്പോൾ എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ളതാണ് ഇനി റിവ്യൂ ആണ് നമ്മൾ വരുന്നത്. അപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഫുഡ് നല്ല ഫുഡായിരുന്നു. അതിപ്പോൾ സുറുസുറു ഇഡ്ഡലി ആണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ദോശയും ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഇതിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഈ കോഫി മസ്റ്റായിട്ട് കഴിക്കണം. കാരണം കോഫി വാസ് സംതിങ് വിച്ച് വാസ് വെരി ഗ്രേറ്റ്. ഞാൻ കോഫി കഴിച്ചപ്പോൾ ഞാൻ ഒരിടത്തും കഴിക്കാത്ത അത്രയും ടേസ്റ്റായിട്ടുള്ളൊരു കോഫിയാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ എപ്പോഴെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കോഫി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുറുസുറു ഇഡ്ഡലി വന്നിട്ട് ഈ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെയും കറക്റ്റായിട്ട് ആ കോഫി കുടിക്കണം. ആ കോഫിയാണ് ഇതിനെ പൂർണ്ണമാക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. സോ അത്രേ ഉള്ളൂ ഗൈസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ ഒരു ചോദിച്ചാൽ ഞാൻ മേടിച്ചൊരു ചീസ് ബന്ന ദോശ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. പനീറും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. വിച്ച് ഇസ് വെരി ഗുഡ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ നിങ്ങൾ വന്ന് ഇവിടെ നിന്ന് കഴിച്ചു നോക്കുക, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരാണെങ്കിലും. സോ ഇതൊരു പെയ്ഡ് എന്താ പറയുക റിവ്യൂ ഒന്നും അല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ജസ്റ്റ് മാത്രം ഞാൻ പറയുന്നത്. ഇത് കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം ഗൈസ്. അവിടെ ഈ അന്നപൂർണ്ണ വെജിറ്റേറിയൻ ഹോട്ടലും അതുപോലെ തന്നെ ഈ വെങ്കടേഷ് എന്ന് പറയുന്ന വെജിറ്റബിൾ ഹോട്ടലിൻ്റെയും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവർ തുടങ്ങിയിരിക്കുന്നത്. സോറി, ഇവിടെ മഴയാണ് ഒതുങ്ങിക്കുക. ഇതാണ് ആ ഷോപ്പ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എപ്പോഴെങ്കിലും നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചു നോക്കുക. നല്ല ഫുഡാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ സുറുസുറു ഇഡ്ഡലി വന്നതിന് ശേഷം അന്നപൂർണ്ണ അതുപോലെ വെങ്കടേഷ് ഭവൻ്റെ കാര്യത്തിന് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കാരണം നല്ല ഫുഡാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. സോ അതുവരെ ഇറ്റ്സ് ബൈ ബൈ ഫ്രം സുബ്ഹാൻസ് ബ്ലൂപ്പ്.